എന്താ എല്ലാവരുടെ വിവരം എന്താണ്, വിശേഷം എന്താണ്? സുഖം തന്നെയല്ലേ? നമുക്കിവിടെ സുഖം തന്നെയാണ്. നമ്മൾ ചെറിയ വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ ഇപ്പോഴത്തെ മോഡൽസ് ഐറ്റംസ് ഒന്നുമല്ല, പഴയ കാലത്തെ ഐറ്റംസ് ചെടികളൊക്കെ നമ്മൾ സെയിൽ അപ്പോൾ വീഡിയോസ് ഇറക്കിയിരുന്നത്. അതിപ്പോൾ മാഷാ അല്ലാ കുറേ എൻക്വയറി വന്ന വീഡിയോസിൻ്റെ ശേഷം എല്ലാവർക്കും ഒരുവിധം കഴിയുന്ന എല്ലാവർക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ പേര് നല്ല റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ അഫോർഡബിൾ റേറ്റിലാണല്ലോ അവർക്ക് കിട്ടുന്നത്. നമ്മൾ അത്രയും ചെറിയ എമൗണ്ടിലാണ് കേട്ടോ ഓരോ പ്ലാൻസുകളും സെയിൽ ചെയ്തത്. അത് നിങ്ങൾ നഴ്സറി പോയി വാങ്ങുകയാണെങ്കിൽ നല്ല റേറ്റിൽ കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനത്തെ പ്ലാൻസുകളാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. അപ്പോൾ കുറേ പേര് ഒരേ അഭിപ്രായങ്ങൾ, ഇനി നമ്മൾ ചെറിയ ഭാഗത്ത് നമ്മളെ ഭാഗത്ത് നിന്ന് കുറേ തിരുത്താനും ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോസ് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഭിപ്രായങ്ങൾ നമുക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് തിരുത്താൻ കുറേ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ അതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷം. ഇനി നമ്മളതുപോലെ ചെയ്തോളാം. ഇത് ഫുള്ള് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണത് കേട്ടോ. പാക്കിങ് മാത്രം ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഫുള്ള് ചെടി നമ്മൾ നഴ്സറി അല്ല നമ്മളെ വീട്ടിൽ കേട്ടോ. നമ്മളെ അടുത്തുള്ള ചെടി നമ്മൾ സെയിൽ ചെയ്യണം. അത് ഓരോന്ന് ചട്ടിയിൽ നിന്ന് പറിച്ചിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. അല്ലാതെ ഒന്നായിട്ട് ബൾക്കായിട്ട് നഴ്സറിക്കാരന്മാർ നമ്മൾ ഇറക്കണമൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിൽ നിന്നുള്ളത് നമ്മൾ സെയിൽ ചെയ്യാന്നുള്ളേ. നമ്മളിപ്പോൾ ഇറക്കിയത് ഈ ചെടിയാണ് കേട്ടോ, ഓർക്കിഡ് നമ്മൾ കുറച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ നമ്മൾ ഇറക്കിയത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ്സുകളാണ് ഈ ഓർക്കിഡ്. അപ്പോൾ അതങ്ങനെ കിട്ടിയപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ തോനെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓർക്കിഡ് ആയിട്ടുണ്ട് നമ്മൾ സെയിൽ ഇതല്ല കേട്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള കളക്ഷനാണ് കേട്ടോ, ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സുകൾ, ഇത്ര ഹെൽത്തിയായ പ്ലാന്റ്സുകൾ നമ്മളെ കയ്യിൽ കൊടുക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ഓരോ പ്ലാന്റ്സുകൾ, ഞാൻ ആ പ്ലാന്റ്സുകൾ ഏതാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ ചെറിയ തൈയാകുമ്പോൾ, ചെറിയ തൈന് നമ്മൾ 100 രൂപ വെച്ചിട്ടാണ് കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ ചെറിയ തൈകളൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഒന്ന് മെച്ചോർഡാവട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പ്ലാന്റ്സുകളാണ്. ഇത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് 1.5 വർഷമായിട്ടോ. 1.5 വർഷം നമ്മൾ നോക്കി ഉണ്ടാക്കിയ പ്ലാന്റ്സുകളാണ് കേട്ടോ. ചട്ടിക്ക് മാറ്റുമ്പോൾ നല്ല വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഒക്കെ ഫ്ലവർ ഇട്ടതും ഫ്ലവർ ഇടാനായതും ബഡ് വന്നതും എല്ലാതുണ്ട് കേട്ടോ. നമുക്ക് ബഡ് വരുന്നുണ്ട് കേട്ടോ. അത് ചട്ടിക്ക് വെക്കുമ്പോൾ ഒന്നുകൂടി ഒരു ഗ്രോത്ത് കൂടുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ പ്ലാന്റ്സിൽ നിന്ന്. ഇതിപ്പോൾ നമ്മൾ ചട്ടിക്ക് വെച്ചിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. ഒക്കെ ഗ്രോത്ത് കൂടി മൊത്തം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റ്സുകൾ നമ്മൾ കയ്യിൽ സെയിലിനുണ്ട്. പിന്നെ സ്ഥലമില്ലാത്തവർക്കും ആർക്കും ഏത് സാധാരണക്കാർക്കും നോക്കാൻ പറ്റിയ പ്ലാന്റ്സ് ഉണ്ട്. വല്ലാണ്ട് കെയറിങ് ഒന്നും, അതൊക്കെ വെയിലും മഴയും കൊണ്ട് നമ്മളെല്ലാ ചെടിയും നിൽക്കണം കേട്ടോ. ചെറിയൊരു ഇതേ ഉള്ളൂ ഫുള്ള്. ഇതൊന്നും സെയിലിനായിട്ടില്ല കേട്ടോ, അത് മൊക്കാറയാണ്. പിന്നെ ഉണ്ടല്ലേ ഓർക്കിഡ്, ഇത് ഞാൻ PVC പൈപ്പുമേ ആ ഷീറ്റ് ചുറ്റിയിട്ട് ഇത് ചെയ്തതാണ് കേട്ടോ. ഇത് അതേമാതിരി ഒരു മരത്തുമേ പോട്ട് ചെയ്തതാണ്. ഇത് ഒറ്റ കളറാണ് കേട്ടോ. അയായിൽപ്പെട്ട ആ കളർ തന്നെ മൊത്തം. ഇതൊന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. കുറേ ഫ്ലവർ ഇപ്പോൾ കഴിഞ്ഞ് പോയതാണ്. അങ്ങനെ ഓരോരോ ഇതിൽ നമ്മൾ വെറുതെ ഓരോരോ പരീക്ഷണം, വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പരീക്ഷണം ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡാമേജ്, ഇതൊക്കെ കൊഞ്ഞു പോയതൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ ഇതിമേണ് പോട്ട് ചെയ്യാമല്ലോ കേട്ടോ. അതൊക്കെ ഒന്ന് ഉഷാറാവട്ടെ എന്ന് എഴുതിയിട്ട് നന്നായിട്ട് പൂവിട്ടാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ അതിന് ചെയ്ത് വെക്കണം കേട്ടോ. ഇതൊക്കെ അതിമേ വെച്ചതിന് ശേഷം വന്ന തയ്യാളാണ് കേട്ടോ. മാഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ കളറൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വെയിലും മഴയും കൊള്ളുന്ന സ്ഥലത്താണ് ഇതൊക്കെ നിൽക്കണം കേട്ടോ. വെയിലും കൊള്ളും മഴയും കൊള്ളും ഒക്കെ ഇങ്ങനെ കോണിൽ കെട്ടി വെച്ചതാണ് കേട്ടോ. അതൊക്കെ നമ്മളെ കയ്യിലുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഫെനലോപ്സിസ് ഓർക്കിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കളക്ഷനിലെ കുറച്ച് ഓർക്കിഡുകൾ ഇവിടെയുണ്ട്. 2 റോബിയം ഓർക്കിഡ്. ഇതിൻ്റെ പോട്ട് ഈ ബ്ലാക്ക് പോട്ടിലാണ് വെളിച്ചെടുക്കുന്നത് കേട്ടോ. വെക്കുമ്പോൾ കുറച്ച് കയറ്റി വെക്കണം കേട്ടോ, താഴ്ത്തി വെക്കണ്ട. പക്ഷെ അത് ഹോളില്ല, പോട്ടുകൾ വാങ്ങാൻ കിട്ടും. പക്ഷെ എനിക്കത് വാങ്ങാൻ പോകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ പോട്ടിൽ വെച്ച് കുഴപ്പമൊന്നുമില്ല, ഉഷാറായി വരുന്നുണ്ട്. ഒക്കെ ഫ്ലവർ വരുന്നുണ്ട് കേട്ടോ. ഏത് പോട്ടായാലും കരിയും ചകിരിത്തൊണ്ടുമല്ല അപ്പോൾ ഇതിന് വേണ്ടുള്ളൂ. നമ്മളധികം കരി ചെറുത് വെള്ളത്തിൽ മുക്കി വെച്ച ചകിരിത്തൊണ്ടാളാണെന്നില്ല കേട്ടോ. ഇതിമ്മ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ് കേട്ടോ. മേലെ ഫെനലോപ്സിസ് ഉണ്ട്. ഫെനലോപ്സിസ് വലിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വന്ന് കസ്റ്റമർ എടുത്ത് കൊണ്ടുപോയിട്ടോ. ഓരോരുത്തരിങ്ങനെ വീട് കാണാൻ വരുമ്പോൾ അവർ കൊണ്ടുപോയിട്ടോ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ. ഇതൊക്കെ നമ്മൾ സെയിലിന് വെച്ച പ്ലാന്റ്സിൽ നിന്ന് മാറ്റി വെച്ച ചെടികൾ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ വെച്ചപ്പോഴാണ് ഇങ്ങനെ ഗ്രോത്ത് വന്നത്, വേറെ ചട്ടിക്ക് മാറ്റിയപ്പോൾ.
1.5 മാസമായിട്ട് മൊത്തം നമ്മൾ സെറ്റാക്കിയിട്ട്. അല്ലേ? അപ്പം ഞാൻ നിങ്ങൾക്ക് സെയിലിന് ചെയ്യാനും ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സുകളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ പ്ലാന്റ്സുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഇത് ആ സെയിം ചട്ടിയിലെ പ്ലാന്റ്സുകൾ തന്നെയാണ്. ഇതിൽ നിന്ന് എടുത്തിട്ടാണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് വലുത് വേറെ ചട്ടിക്ക് മാറ്റി വെച്ചത് കേട്ടോ. ഇതാണ് ഫുള്ള് സെയിലിനുള്ളത്. അധികമൊന്നുമില്ല കേട്ടോ. 25 വെറൈറ്റി കളർ നമ്മൾ വാങ്ങിയിരുന്നു. അതിൽ ഒക്കെ കുറച്ച് കളറേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കളർ സെലക്ഷൻ അല്ല കേട്ടോ. നമ്മൾ സിംഗിളായിട്ട് നിങ്ങൾ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ 150 രൂപ നമ്മൾ വാങ്ങണം കേട്ടോ. പിന്നെ അല്ലാതെ കോമ്പോയിൽ 5 പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ 650 രൂപ. അപ്പോൾ ഒന്നിന് 130 രൂപയെ വരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ 5 എണ്ണം എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചെറിയ തൈ വാങ്ങുകയാണെങ്കിൽ 100 രൂപ കൊടുക്കണം. അത് ഫ്ലവറിങ് ആയി കിട്ടണമെങ്കിലോ 1 വർഷത്തോളം പിടിക്കും. അതൊന്ന് ഗ്രോത്തായി പിടിക്കണമെങ്കിൽ. ഫ്ലവറിങ്ങിൻ്റെ ഫെർട്ടിലൈസർ കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ അത് പിന്നെ ഗ്രോത്ത് ഉണ്ടാവില്ല. ഫ്ലവറിങ്ങിൻ്റെ മരുന്ന് കൊടുത്താൽ അതിൻ്റെ വളർച്ച പഠിക്കും അത്രേ. അങ്ങനെ നമ്മൾ കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനൊന്നും ഫ്ലവറിങ്ങിന് മരുന്ന് കൊടുക്കില്ല. 1.5 വർഷമായി ഇനി ഫ്ലവറിങ്ങിന് മരുന്ന് കൊടുക്കാം. പക്ഷേ ഞാൻ ഒന്നുകൂടി ഗ്രോത്ത് ആയിക്കോട്ടെ വെച്ചിട്ടാണ് കൊടുക്കുക. അതൊക്കെ ആണല്ലേ പുതിയ ഷൂട്ടുകൾ വരുന്നത്. ഇങ്ങനെ നിന്നുകാണ്ട് വരും കേട്ടോ. ഇപ്പോൾ രാവിലെ ഫുള്ള് നന കഴിഞ്ഞതാണ്. ഞാൻ രാവിലെ നനക്കുള്ളൂ. വൈകുന്നേരം ഫെർട്ടിലൈസർ കൊടുക്കേക്കാം. മൊത്തം ചെടിക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഓരോന്നിലും പലതും പല സൈസുകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഫ്ലവർ വരാനായതാണ്. അത്ര ഗ്രോത്ത് ആയിട്ടുണ്ട്. ഫ്ലവറിങ്ങിൻ്റെ മരുന്ന് കൊടുത്ത് അത് പെട്ടെന്ന് ഗ്രോത്ത് ആവും. അപ്പോൾ 5 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റ്സിന് 130 രൂപ. അപ്പോൾ 650 രൂപയേ ആവുള്ളൂ. പ്ലസ് CC കേട്ടോ. അത് അധികം വെയിറ്റ് വരില്ല 5 എണ്ണം എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ കളർ സെലക്ഷൻ ഇല്ല നിങ്ങൾക്ക് ഇതിന്. ഞാൻ 5 എണ്ണം നല്ല ഹെൽത്തി പ്ലാന്റ്സ് നോക്കിക്കാണ്ട് അയക്കുക കേട്ടോ. പലതും പല സൈസാണ്. അത് പ്രത്യേകം നിങ്ങൾക്ക് അറിയാം. ഓർക്കിഡ് വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാം. പലതും പല സൈസാണ്. ചിലത് ഹൈറ്റ് ഉണ്ടാവും, ചിലത് ഹൈറ്റ് ഉണ്ടാവില്ല. പല സൈസിലുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ഹെൽത്തി ഫസ്റ്റ് കൊടുക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫസ്റ്റ് ഇത്ര തോനെ ഷൂട്ട് വരുന്നത് കൊടുക്കും കേട്ടോ. അങ്ങനെ 5 വെറൈറ്റിയാണ് നമ്മൾ എടുത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നിന് നമ്മൾ പറയണു 150 രൂപ. 5 എണ്ണം എടുക്കുകയാണെങ്കിൽ 650 രൂപ ഒന്നിന്. അപ്പോൾ 130 വരുള്ളൂ കേട്ടോ. അപ്പോൾ ഏറ്റവും ലാഭം നിങ്ങൾക്ക് 5 എണ്ണം എടുക്കുകയല്ലേ. പ്ലസ് CCയോ. നമ്മൾ ഒരു പ്ലാന്റ്സ് 100 രൂപൻ്റെ വാങ്ങണമെങ്കിൽ അത്ര ടൈം എടുക്കല്ലേ ഫ്ലവറായി കാണണമെങ്കിൽ. നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. ഒരു ഓർക്കിഡ് വാങ്ങി അതിൻ്റെ ഫ്ലവറിങ് കാണാൻ ഭയങ്കര ആഗ്രഹമാണ് അല്ലേ. അത് നമുക്കൊക്കെ അങ്ങനത്തെ തന്നെയായിരുന്നു. പിന്നെ അത് ഫ്ലവറായി കിട്ടും 1.5 വർഷം നമ്മൾ കാത്തിരിക്കണം. 1 വർഷത്തോളം നമ്മൾ കാത്തിരിക്കണം ആ ഫ്ലവറിങ് ആവണമെങ്കിൽ. പക്ഷേ ഇതൊന്നും വേണ്ട. നിങ്ങൾ കൊണ്ടുപോയി വെച്ചേക്ക് ഗ്രോത്തിനുള്ള മരുന്ന് കൊടുക്കുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഫെർട്ടിലൈസർ മാറി കൊടുക്കട്ടോ. ഫ്ലവറിങ്ങിൻ്റെ കൊടുക്കുക ഒരാഴ്ച 19 കൊടുക്കുക. പിന്നെ ഗ്രോത്തിനെല്ലാം കൊടുക്കുക. അങ്ങനെ ഓരോ ഫെർട്ടിലൈസർ ഓർക്കിഡുണ്ടല്ലോ അതിങ്ങനെ കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് ഗ്രോത്ത് ആവും, പെട്ടെന്ന് ഫ്ലവർ ആവും, നല്ല വേര് ഓടും ചെയ്യും കേട്ടോ. ഒക്കെ ഫുള്ളി ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ്. അധികം സ്റ്റോക്കൊന്നുമില്ല കേട്ടോ, കുറച്ചുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വേഗം താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത് കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.